ആ പോളിടെക്നിക്കിലെ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ മെൻസ് ഹോസ്റ്റലിലെ മുഴുവൻ അല്ലെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥികളും ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ലഹരി വാങ്ങാൻ വിപുലമായ പണപ്പിരിവ് നടന്നുവെന്ന് വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഹോസ്റ്റലിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ അതിനാൽ തന്നെ പോലീസ് പരിശോധിക്കും. ലഹരിയുമായി മുൻപും പലരും ഹോസ്റ്റലിൽ എത്തിയിരുന്നതായി ആകാശ് മൊഴി നൽകിയിട്ടുണ്ട്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, ഗുഡ് മോർണിംഗ്. വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു വിഭാഗമാണ് വിദ്യാർത്ഥികൾ. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഇന്നലെ ഈ കേസിലൊക്കെ പിടിക്കപ്പെട്ടവരുടെയൊക്കെ വീട്ടുകാർ വലിയ മനോവിഷമത്തിൽ ആയിരിക്കും. കാരണം അവരെല്ലാം വളരെ പ്രതീക്ഷയോടെ അയച്ചതാണ്. സമൂഹവും നല്ല രീതിയിൽ വരുമെന്ന് കരുതുന്ന കുട്ടികളാണ്. ഹോസ്റ്റലിൽ ഒരു വിൽപ്പന കേന്ദ്രം എന്ന പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ എത്ര ആഴത്തിൽ ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. എത്ര കുട്ടികളിലേക്ക്, അതായത് പാക്ക് ചെയ്ത് യഥേഷ്ടം തൂക്കി നൽകാനുള്ള സംവിധാനമൊക്കെ ഒരു ഹോസ്റ്റൽ മുറിയിൽ ഒരുക്കി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുൻപ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടി വരും. അപ്പോൾ അത്രയും ഭീകരമായൊരു അവസ്ഥ ഉണ്ടാക്കിയതിന് ഇനി ആ കോളേജ് ഹോസ്റ്റലിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും മേൽ ഒരു നിരീക്ഷണം എന്ന കണക്കെ പോലീസിന് മുന്നോട്ട് പോകേണ്ടി വരുന്നതും കഷ്ടമാണ്. എന്തായാലും എങ്ങനെയാണ് പോലീസിൻ്റെ പരിശോധനകൾ? കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ടോ? ഇപ്പോൾ നിലവിൽ ഇന്നലെയൊക്കെ തന്നെ നമുക്കറിയാം ഈ ആകാശ് എന്ന വിദ്യാർത്ഥിയെ രണ്ട് വിഭാഗവും SFIക്കാരും KSUക്കാരും ഒരു തരത്തിൽ പറഞ്ഞാൽ ആകാശം നിരപരാധിയാണെന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്? ഗുഡ് മോർണിംഗ് ദിവിഷ്. നേരത്തെയും കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ നിന്ന് പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട്. പക്ഷേ പലതും പരിമിതമായ അളവിലായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു ക്യാമ്പസിൻ്റെ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് ലഹരി ശേഖരിച്ചു വയ്ക്കുകയും അത് വിപണനം ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ചെയ്ത സംഭവം എന്ന് പറയുന്നത് കേരളത്തിലെ എക്സൈസിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ ചരിത്രത്തിൽ തന്നെ അപൂർവമായൊരു കേസാണ്. കാരണം 2 കിലോയോളം വരുന്ന കഞ്ചാവാണ് ഹോസ്റ്റൽ മുറിയിൽ നിന്ന് പിടികൂടിയത്. ഇത് തൂക്കി വിൽപ്പനയ്ക്ക് വേണ്ടി ഡിജിറ്റൽ ത്രാസ് അടക്കം ക്രമീകരിച്ചിരുന്നു. മാത്രമല്ല ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ ഫണൽ പോലുള്ള ഉപകരണമൊക്കെ പോലീസ് നടത്തിയ പരിശോധനയിൽ പിടികൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കളമശ്ശേരി പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിലെ ലഹരി മാഫിയയുടെ വേരറ്റത്തേക്ക് ഇറങ്ങാനുള്ള ഉദ്ദേശമാണ് പോലീസ് നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി ഈ ഹോസ്റ്റലിൽ കഴിയുന്ന 60ഓളം വിദ്യാർത്ഥികളാണ് ഈ മെൻസ് ഹോസ്റ്റലിൽ കഴിയുന്നത്. ഈ ഹോസ്റ്റലിൽ കഴിയുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ വിശദമായി പരിശോധിക്കുക എന്നുള്ളതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. കാരണം പണത്തിൻ്റെ ഇടപാട് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പനയ്ക്കുണ്ട് എന്നൊരു രഹസ്യ വാർത്ത കുട്ടികൾക്കിടയിൽ പരന്നിരുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 500 രൂപയാണ് ഇത്തരത്തിൽ ലഹരി നൽകുന്നതിന് ചിലർ ഈടാക്കാൻ ശ്രമിച്ചത് എന്നുള്ള വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ 1-2 അക്കൗണ്ടുകളിലേക്കോ ഇത്തരത്തിലുള്ള ചില്ലറ തുക എത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണെന്ന് അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം, ഈ വിദ്യാർത്ഥികളുടെ ഫോൺ കോൾ രേഖകൾ പരിശോധിക്കാനും പോലീസ് തയ്യാറെടുക്കുന്നു. കാരണം ഇവർ തമ്മിൽ നടന്നിട്ടുള്ള ആശയവിനിമയങ്ങൾ, പ്രത്യേകിച്ച് അസമയങ്ങളിൽ നടന്നിട്ടുള്ള ആശയവിനിമയം, ആരെങ്കിലും തമ്മിൽ കൂടുതൽ തവണ ഫോണിലൂടെ ആശയവിനിമയം നടന്നിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം ഇതിലൂടെ കണ്ടെത്താനും അതുവഴി ഇവർ തമ്മിലുള്ള ബന്ധം എന്ത് എന്നറിയാനും പോലീസിന് സാധിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് വിശദമായ അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുന്നത്. കാരണം ഇന്നലെ പോലീസിനെ തന്നെ പ്രതികൂട്ടിലാക്കുന്ന ചില സാധ്യതകളില്ലല്ലോ. കാരണം ഇവരിലേക്ക് ഇത്രയും വലിയ അളവിൽ കഞ്ചാവ് എത്തിക്കണമെങ്കിൽ അത് പുറത്തുനിന്നുള്ള കൃത്യമായ ആളുകളാണ്. ഇപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നേരത്തെ അവിടെ പൂർവ്വ വിദ്യാർത്ഥികൾ പലപ്പോഴും വന്നു പോകാറുണ്ട് എന്ന പരാതിയുണ്ട്. ഈ അവസാന കാലത്ത് അതൊക്കെ കുറവാണെന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞത്. ഈ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന ലേബലിൽ ഈ കഞ്ചാവ് കച്ചവടക്കാരാണോ അവിടെ വന്നു പോയിരുന്നതെന്നും അറിയില്ല. അപ്പോൾ അത് ഇപ്പോൾ നമുക്കറിയാം, ഈ അടുത്ത് തന്നെ ഇത്തരം മയക്കുമരുന്ന് വിഷയങ്ങളുണ്ടായപ്പോൾ ബംഗളൂരിൽ നിന്നടക്കം ആഫ്രിക്കൻ സ്വദേശിയൊക്കെ പിടികൂടി. അതായത് ഇത് എവിടെ നിന്ന് തുടങ്ങുന്നു അവിടെ വേരിറക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ ഡാൻസ് ഓഫ് ടീമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ കളമശ്ശേരി ക്യാമ്പസിലുണ്ടായ ഈ മയക്കുമരുന്ന് പിടുത്തം, അത് അവിടെ 5-6 പേരെ ചേർന്ന് നിൽക്കാതെ ഇവരിലേക്ക് എങ്ങനെ എത്തി, ആ എത്തിച്ചവരെ ഒക്കെ പിടികൂടാൻ പറ്റുന്ന വിപുലമായ ഒരു അന്വേഷണ രീതിയിലേക്ക് പോലീസ് പോകുമല്ലോ അല്ലേ? അത്തരമൊരു അന്വേഷണത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇന്നലെ പോലീസിനെ തന്നെ കുറ്റപ്പെടുന്ന ഭാഗമാണ് ചില വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ പോലീസ് കഴിഞ്ഞു. അതായത് ഈ കഞ്ചാവ് പിടികൂടുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെ പോലീസിന് ഇക്കാര്യത്തിൽ ഒരു ക്ലീൻ സ്ലേറ്റ് ആണ് എന്ന് തന്നെ മനസ്സിലായി. മുൻപ് ദിവിഷ് സൂചിപ്പിച്ചതുപോലെ ഈ കോളേജിൽ പുറത്തു നിന്നുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ കോളേജ് ഹോസ്റ്റലിൽ വന്നിരുന്നു എന്ന ചില മൊഴികൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സാധ്യത പരിശോധിക്കുന്നുണ്ട്. എന്തിനാണ് ഇവർ വന്നത്, എത്ര കാലമായി വരുന്നു, ആരൊക്കെയാണ്, യഥാർത്ഥത്തിൽ ഇവർ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണോ അതോ പൂർവ്വ വിദ്യാർത്ഥികളെ പേരിൽ മറ്റാരെങ്കിലും വരുന്നതാണോ, അത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം അന്വേഷിക്കുന്നത്. നമുക്കറിയാം സമീപകാലത്തായി ഏറ്റവും കൂടുതൽ കഞ്ചാവും മറ്റും പിടികൂടുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനാണ്. അതിൽ പലതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് മറ്റാളുകൾക്ക് വേണ്ടി കടത്തിക്കൊണ്ടുവരുന്ന ലഹരിയാണ് പലപ്പോഴും രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പിടികൂടുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഇതര സംസ്ഥാനത്ത് നിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന ലഹരിയായിരിക്കാം, ഇല്ലെങ്കിൽ മറിച്ച് വിൽക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റീപാക്ക് ചെയ്ത് വിൽക്കുന്നതിന് വേണ്ടിയൊക്കെ കോളേജ് ക്യാമ്പസിനെ അല്ലെങ്കിൽ ഹോസ്റ്റലിനെ
കോളേജ് ഹോസ്റ്റലിനെ ഒരു സുരക്ഷിതമായ ഇടം, സാധാരണഗതിയിൽ പരിശോധനകളൊന്നും ഉണ്ടാകാൻ ഇടയില്ലാത്ത ഇടം എന്നുള്ള രീതിയിൽ കണ്ട് അവിടെ ശേഖരിച്ചു വെച്ചതായിരിക്കാം. എന്തായിരുന്നാലും അന്വേഷണത്തിലേക്ക് വിശദമായി പോലീസ് പോകുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. അതേസമയം ഇന്നലെ ചെറിയ അളവിലുള്ള കഞ്ചാവ് കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ട 2 വിദ്യാർത്ഥികളെ ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ കസ്റ്റഡിയിലുള്ള ആകാശിനെ വളരെ വിശദമായി ചോദ്യം ചെയ്യും. ആകാശിനെ ചോദ്യം ചെയ്തു എങ്കിൽ മാത്രമേ ആരിൽ നിന്നാണ് ലഹരി ലഭിച്ചത് എന്നറിയാൻ സാധിക്കൂ. ഒപ്പം ആകാശിന്റെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്.